റോഷി, എന്തായാലും സ്മാർട്ടാവാഞ്ഞത് ആരാണ് എന്ന ചോദ്യത്തിന് നിലവിൽ പ്രതിപക്ഷം പറയുന്നത് സംസ്ഥാന സർക്കാർ സ്മാർട്ടായിട്ടില്ല, അതേപോലെ ടീകോമും സ്മാർട്ടായിട്ടില്ല. പക്ഷേ ചോദ്യം, ടീകോമിന് ഇങ്ങനൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാക്കി സംസ്ഥാന സർക്കാർ മാറ്റുന്നു, പിടിപ്പുകേടാണ്, അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് വലിയ അഴിമതിയാണ് എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് റോഷിപാൽ? അരുൺകുമാർ, 2007 സംസ്ഥാന സർക്കാർ ടീകോമുമായി ഉണ്ടാക്കിയ ധാരണാപത്രമുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ടീകോമിന് വീഴ്ച സംഭവിച്ചാൽ എത്രയാണോ നഷ്ടം സംഭവിച്ചത് ആ നഷ്ടം വിലയിരുത്തി, അതും ഒരു സ്വകാര്യ അല്ലെങ്കിൽ ഈ രണ്ടുപേരല്ലാത്ത മറ്റൊരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് ആ നഷ്ടം വിലയിരുത്തണം. അത് വിലയിരുത്തിയതിനു ശേഷം ആ നഷ്ടം ടീകോമിൽ നിന്നും ഈടാക്കണം. ഇങ്ങനെയാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥ നിലനിൽക്കെയാണ് സംസ്ഥാന സർക്കാർ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം ഈ ടീകോമിൻ്റെ കൈവശമുള്ള ഭൂമി തിരിച്ചു പിടിക്കുന്നതിനൊപ്പം ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനമെടുത്തത്. അവിടെയാണ് പ്രതിപക്ഷം ഇതിൽ അഴിമതിയുടെ ഒരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യമുണ്ട് എന്ന ആരോപണം ഉയർത്തുന്നത്. കാരണം വ്യവസ്ഥ അനുസരിച്ച് നഷ്ടപരിഹാരം നൽകേണ്ടത് ടീകോമാണ്. കാരണം ടീകോമാണ് പദ്ധതി അവസാനിപ്പിക്കുന്നത്. ഏറെക്കാലമായി അവർ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല. പിന്നാലെ സർക്കാർ പലവട്ടം ബന്ധപ്പെട്ടു. പിന്നീട് UAEക്ക് പുറത്തുള്ള എല്ലാ പദ്ധതികളുമായി ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് ടീകോം എത്തുന്നു. ഈ കാര്യം സംസ്ഥാന സർക്കാരിനെ ടീകോം അറിയിച്ചു എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അങ്ങനെ ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീഴ്ച സംഭവിച്ചത് ടീകോമാണ്, ധാരണ തെറ്റിച്ചത് ടീകോമാണ്. അങ്ങനെയെങ്കിൽ ടീകോമിൽ നിന്നാണ് പണം ഇങ്ങോട്ടേക്ക് വാങ്ങേണ്ടത് എന്ന നിലപാട് പ്രതിപക്ഷവും ആവർത്തിക്കുന്നു. ഇവിടെ മാത്രവുമല്ല, ഈ ടീകോമുമായി ചേർന്നുള്ള സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥരെ തന്നെ ഈ പണം തിരിച്ചു നൽകുന്നത്, ഈ നഷ്ടപരിഹാരം നൽകുന്നതിന്റെ വ്യാപ്തി വിലയിരുത്താനുള്ള കമ്മിറ്റിയുടെ ഭാഗമാക്കി നിർത്തിയതിനെയും ഇതാണ് അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നം. ചോദ്യമേ ഉള്ളൂ, വീഴ്ച വരുത്തിയത് സംസ്ഥാന സർക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപരിഹാരം കൊടുക്കണം. അതായത് ടീകോമിന്റെ ഈ പ്രോജക്റ്റ് സംസ്ഥാന സർക്കാരാണ് ക്യാൻസലാക്കുന്നതെങ്കിൽ ടീകോമിന് അത് കരാർ പ്രകാരമുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. അതല്ല, കരാർ പദ്ധതി പ്രകാരം കൃത്യമായി പദ്ധതി നിർവഹിക്കാൻ കഴിയാതെ ടീകോം പരാജയപ്പെടുകയാണെങ്കിൽ നിലവിൽ ഈ ഫ്രെയിംവർക്ക് കരാർ പ്രകാരമുള്ള 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടവും 90,000 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിൽ ടീകോം പരാജയപ്പെടുകയാണെങ്കിൽ അതിന് നിലവിൽ കരാറിലെ സെക്ഷൻ 721 പ്രകാരം സംസ്ഥാന സർക്കാരിന് 3 മാസത്തിനുള്ളിൽ നോട്ടീസ് കൊടുക്കാവുന്നതും അതിനുശേഷം നഷ്ടപരിഹാരം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് മൂല്യം കണക്കാക്കിക്കൊണ്ട് ആ ഓഹരി സ്വന്തമാക്കാവുന്നതുമാണ്. പക്ഷേ എന്തുകൊണ്ടും സംസ്ഥാന സർക്കാർ നോട്ടീസ് കൊടുത്തില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നു. നിലവിൽ ആ കരാറിൽ അതുണ്ട്.